LDFിനെതിരെ രൂക്ഷ വിമർശനവുമായി ക്രിസ്ത്യൻ പുരോഹിതൻ. അട്ടപ്പാടി അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയിലാണ് പ്രതികരണം. കോൺഗ്രസ് മെമ്പർ മഞ്ജുവിനെ കൂറുമാറ്റി പഞ്ചായത്ത് പ്രസിഡന്റാക്കിയതിൽ സഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ മേധാവി സേവ്യർ ഖാൻ വട്ടയിലച്ചനാണ് വിമർശനവുമായി രംഗത്ത് വന്നത്. സോഷ്യൽ മീഡിയയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, നമുക്കറിയാം അഗളിയിലെ കൂറുമാറ്റത്തിൽ, അതായത് ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ എത്തേണ്ടിയതാണ്, പക്ഷേ UDF അംഗമാണ് കൂറുമാറിയത്. അങ്ങനെ ഒരു സാഹചര്യം, അതിനെതിരെ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വിമർശനം എന്താണ്? ജൽസി സൈഫുദ്ദീൻ, തീർച്ചയായും അതിരൂക്ഷമായ വിമർശനമാണ് ഈ സഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ മേധാവിയായ ഫാദർ സേവ്യർ ഖാൻ വട്ടയിൽ അച്ഛൻ നടത്തുന്നത്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ കോൺഗ്രസ് മെമ്പർ മഞ്ജു കൂറുമാറിയതിൽ ഈ വലിയ ഒരു ജനാധിപത്യ കേരളത്തിന് മുൻപിൽ അട്ടപ്പാടി ഒന്നാകെ തലകുനിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച വ്യക്തി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. തത്വസംഹിതകൾ കാറ്റിൽ പറത്തി ജനാധിപത്യ മര്യാദകൾ തകിടം മറിച്ച് അരാജകത്വം നടമാടുകയാണ്. LDFിന്റെ നേതാക്കൾ, ഇടതുപക്ഷ നേതാക്കൾ ഇതിൽ മതിമറന്ന് ആഹ്ലാദം പ്രകടിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും ഒരിക്കലും വിളിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഇത്തരം ഈ അനീതിക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് സ്വന്തം മനസാക്ഷിയോടും അതോടൊപ്പം തന്നെ ഈ ദൈവത്തിന്റെ മുൻപിലും ഈ തങ്ങൾ തെറ്റുകാരായി മാറും എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഈ സഹിയോൻ ധ്യാന കേന്ദ്രം എന്നത് ഈ താവളത്തുള്ള ഈ അട്ടപ്പാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധ്യാന കേന്ദ്രമാണ്. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ധ്യാന കേന്ദ്രം കൂടിയാണ്. ഇതിന്റെ മേധാവിയാണ് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, ഈ മഞ്ജു വിജയിച്ച അതേ വാർഡിൽ നിന്ന് 2015 ഈ LDFിന്റെ CPMന്റെ മെമ്പറായിരുന്ന വ്യക്തി കൂടി രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പ്രധാനമായും പറയുന്നത് ഇത് ജനാധിപത്യ അല്ല, അത് പണാധിപത്യമാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ്. അന്നത്തെ മെമ്പർ കുറ്റപ്പെടുത്തുന്നത്. ഈ രീതിയിൽ LDFിന്റെ ഈ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ, ജൽസി. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കാര്യമായി തന്നെ എടുക്കണം സൈഫു. കാരണം മറ്റത്തൂരിൽ BJP ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ വലിയ രീതിയിൽ പറയുമ്പോൾ അഗളിയിൽ സംഭവിച്ചത് ഏതാണ്ട്, അതായത് UDFിന്റെ മഞ്ജു ഒരു വളരെ പെട്ടെന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മഞ്ജു അപ്പുറത്തേക്ക് എത്തുന്നു. അങ്ങനെ ഭരണം നഷ്ടമാകുന്ന ഒരു അവസ്ഥ. BJP ബാന്ധവാണ്, ഇവിടെ BJP ബാന്ധവല്ല എന്നുള്ളൊരു വിഷയമുള്ളൂ. പക്ഷേ കൂറുമാറ്റം പ്രശ്നമാണ്.